എല്ലാവർക്കും ഓട്ടോടെക് ടീമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻവിക്ടോയുടെ സ്റ്റീരിയോ യൂണിറ്റാണ് ഇത്. അപ്പോൾ ഇൻവിക്ടോയുടെ സ്റ്റീരിയോ യൂണിറ്റിൻ്റെ അകത്ത് നമുക്കൊരു ഹോം സ്ക്രീൻ ഇതുപോലെയാണ് വരിക. നമ്മൾ ഹോം എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ അകത്തുള്ള ബട്ടൺ ഇത് ഹോം. അതിൽ വോയിസ് കമാൻഡ് ഉണ്ട്, ബാക്ക് വരാനുള്ള ബട്ടൺ, പവറിൻ്റെ ഒരു ബട്ടൺ, അതുപോലെ വോളിയം കൂട്ടാൻ കുറയ്ക്കാനുള്ള ബട്ടൺ. ഇത്രയും ബട്ടണുകളാണ് നമുക്ക് സ്റ്റീരിയോയിൽ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഹോം ബട്ടൺ എടുത്തു കഴിഞ്ഞാൽ പവർ ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് റേഡിയോയുടെ സെറ്റിങ്സ് ഇവിടെയാണ് വരിക. AM, FM, FM2 അതുകൊണ്ട് നമുക്കിവിടെ ചാനൽ നമുക്ക് ഇതിൻ്റെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് സെറ്റിങ്, നമുക്ക് ഫോണുകൾ കണക്ട് ചെയ്യാനായിട്ട് ബ്ലൂടൂത്ത് ഫോൺ കാര്യങ്ങൾ കണക്ട് ചെയ്യാനായിട്ടുള്ള സെറ്റിങ്സിലേക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് പോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതിനെയുള്ളതെന്ന് വെച്ചാൽ തീം സെറ്റ് ചെയ്യാനാണ്. തീം സെറ്റ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഇതിപ്പോൾ ഒരു തീമാണ്. അതുപോലെ നമുക്ക് ഇവിടെ തന്നെ തീം ചേഞ്ച് ചെയ്യാം. അതുപോലെ വാൾപേപ്പർ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അത് നമുക്കിവിടെ ആഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഷോർട്ട് കട്ടുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് കട്ടുകൾ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഫോണെന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ സെറ്റിങ്സിനെ ബ്ലൂടൂത്താണ്. നമ്മളിതിൻ്റെ അകത്ത് ഫോണ് എന്താണ് ബ്ലൂടൂത്ത് ഓണാക്കി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ലിസ്റ്റ് വന്ന് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇത് നമുക്ക് സെറ്റിങ്സിലേക്ക് കഴിഞ്ഞാൽ സിസ്റ്റം സെറ്റിങ്സിൻ്റെ അകത്ത് സിസ്റ്റം സെറ്റിംഗ് ലാംഗ്വേജ് ആണ്. മെയിൽ വോയിസ്, ഫീമെയിൽ വോയിസ് രണ്ട് ഇതുണ്ട്. നമുക്ക് അത് സെറ്റ് ചെയ്യാം. അതുപോലെ ക്ലോക്ക് സെറ്റിങ്, അത് 24 hour, അതുപോലെ തന്നെ ഡേറ്റ് ഫോർമാറ്റ്, ക്ലോക്ക് ഡിസ്പ്ലേ ചെയ്യണോ, അതുപോലെ ടൈം ഓട്ടോമാറ്റിക്കലായിട്ട് സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ടൈം സോണ്, അതുപോലെ ഡേ ലൈറ്റ് സേവിങ് ടൈം, ഫോൺ നെയിം, ഓർഡർ ഫസ്റ്റ് നെയിം ഫസ്റ്റ് ചെയ്ത് കൊടുക്കണം, അങ്ങനെയുള്ള കൊടുക്കാം. ഡിവൈസിൻ്റെ പേര് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, സ്റ്റീരിയോയുടെ പേര്. അതുപോലെ ഓഡിയോയിൽ നമ്മൾ സെറ്റിങ്ങാണ് ബാസ്, ട്രിബിൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സ്ക്രീനിലാണ് വരിക. ഡിസ്പ്ലേ സെറ്റിംഗ് എന്നുള്ളതിൻ്റെ അകത്താണ് തീമുകൾ വരിക. ഇതിൻ്റെ അകത്ത് നമുക്ക് ഓരോ തീമുകൾ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ വിഡ്ജറ്റ്, ഇതിൻ്റെ അകത്ത് നമുക്ക് ഏതൊക്കെ വേണമെന്നുള്ള ഷോർട്ട് കട്ടുകളിൽ ഏതൊക്കെ വേണമെന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ വാൾപേപ്പർ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് പ്രിവ്യൂ കണ്ടിട്ട് നമുക്കത് സെറ്റ് ചെയ്യാം. അതുപോലെ അനിമേഷൻ എഫക്റ്റ് അത് ഓണാക്കണോ, അതുപോലെ ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ജനറൽ ആയിട്ടുള്ള അതിൻ്റെ അകത്ത് ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും എങ്ങനെ വേണം, അതുപോലെ ഫോൺ മിററിംഗ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് എങ്ങനെ വേണം, ക്യാമറയിൽ എങ്ങനെ കാണണം, അങ്ങനെ സെപ്പറേറ്റ് എല്ലാത്തിനും നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ അകത്ത് പറ്റും. അതുപോലെ ബ്ലൂടൂത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോൺ കണക്ട് ചെയ്താലാണ് ബ്ലൂടൂത്തിൻ്റെ ലിസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് വരികയുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റീരിയോയിൽ വരുന്ന സെറ്റിങ്ങുകളെന്ന് പറയുന്നത്. സിമ്പിളായിട്ടുള്ളൊരു സ്റ്റീരിയോ ആണ് ഇത്. നമ്മുടെ സാധാ മാരുതി വാഹനങ്ങളെ അപേക്ഷിച്ചുള്ള അത്രയധികം ഫീച്ചേഴ്സൊന്നും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടില്ല. അതിൽ സിസ്റ്റത്തിൻ്റെ അകത്ത് തന്നെ നമ്മൾ മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നമ്മളത് ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടില്ല. അപ്ഡേറ്റ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പിന്നീട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ എബൌട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സിസ്റ്റം ഇൻഫർമേഷൻ, ഇതിൻ്റെ വെർഷൻ എത്രയാണെന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓപ്പൺ സോഴ്സ് ലൈസൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് പറ്റും. അതുപോലെ റിങ്ങിൻ്റെ വോളിയം, അതുപോലെ പ്രോംപ്റ്റ് വോളിയം, സിസ്റ്റം സ്റ്റാർട്ട് വോളിയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സെറ്റിങ്സിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വോയിസ് കമാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റീറിംഗ് വീലിലാണ് ഇതിൻ്റെ കൺട്രോളിങ് സ്വിച്ച് വരുന്നത്. ഇതാണ് വോയിസ് കമാൻഡിൻ്റെ വരുന്നത്. നമ്മളിത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഇതിൽ കാണിക്കും. ഫോൺ, There are no phones set up to make calls. To use the hands-free system, please connect to a phone. Cancel. നിലവിൽ ഫോണൊന്നും കണക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓഡിയോ, Sorry, could you repeat that? ഓഡിയോ, I'm sorry, but I still didn't get that. Available command is നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ മാത്രമാണ് അത് റീഡ് ചെയ്യുള്ളൂ. അപ്പോൾ വോയിസ് കമാൻഡിൻ്റെ സ്വിച്ച് നമുക്ക് ഈ സ്റ്റിയറിംഗ് വീലിലാണ് വരുന്നത്. അതുപോലെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ഇവിടെയാണ് വരുന്നത്. കോൾ എടുക്കാനുള്ള സ്വിച്ച് ഇവിടെയാണ് വരിക. അതുപോലെ മോഡ് ചേഞ്ച് ചെയ്യാം. മോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ FM, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സ്റ്റിയറിംഗ് വീലിൽ അതിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റീരിയോയുടെ ആയിട്ട് നമ്മുടെ ഇൻവിക്ടോ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ നിലവിൽ ഇതിന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒന്നും നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുമ്പോൾ ഞാൻ വേറൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരുന്നതായിരിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.